തിരുവനന്തപുരം വെള്ളനാട് കൂട്ടായണിമൂട്ടിൽ കാൽനടയാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച ബൈക്ക് നിർത്താതെ പോയി. പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ബന്ധുക്കളായ സുധ, ഗീത എന്നിവർക്ക് പരിക്കേറ്റു. ഗീതയുടെ പരിക്ക് ഗുരുതരമാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഈ നിർത്താതെ പോയ വാഹനം ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദിവ്യ, ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. വെള്ളനാട് കൂട്ടായണിമുട്ടിൽ സരസ്വതി വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് സമീപമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കാൽനടയാത്രക്കാരായ സുധ, ഗീത എന്നീ വയോധികർക്കാണ് പരിക്കേറ്റത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവർ നടന്നു പോകുന്ന വഴിയിൽ അമിത വേഗതയിൽ വളവ് തിരിഞ്ഞു വരുന്ന ബൈക്ക് ഇവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇവരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ബൈക്കും നിയന്ത്രണം വിട്ട് റോഡിലേക്ക് പതിച്ചു. തുടർന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 പേരും ഈ ബൈക്ക് യാത്രികനടുത്തേക്ക് ഓടി വരുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം പക്ഷേ ഈ ബൈക്ക് യാത്രികൻ നിലത്തേക്ക് വീണ ഹെൽമെറ്റ് എടുത്ത് ധരിച്ച ശേഷം ബൈക്കിൽ കയറി പോവുകയായിരുന്നു. ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും ഈ ബൈക്ക് യാത്രികൻ തയ്യാറായില്ല. അതിനുശേഷം നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തുകയും അവരാണ് ഈ ബന്ധുക്കളായ 2 സ്ത്രീകളെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിൽ ഗീതയുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ ആദ്യം വെള്ളനാട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നതിനിടയിലായിരുന്നു ഇവർക്ക് ഈ അപകടം ഉണ്ടാവുന്നത്. ആര്യനാട് സിയുടെ നേതൃത്വത്തിൽ ഇവിടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയ ആ വാഹനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.